വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ 122 വീടുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. വീടുകളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണം അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അതിവേഗതയിലാണ് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 100 വീടുകളുടെ കോൺക്രീറ്റിംഗ് ഇതിനോടകം കഴിഞ്ഞു. ഏതാണ്ട് 200ഓളം വീടുകൾ പല ഘട്ടങ്ങളിലാണ്. അതോടൊപ്പം റോഡ് നിർമ്മാണം, വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ഈ ടൗൺഷിപ്പിനകത്ത് വൈദ്യുതി പൂർണ്ണമായും അണ്ടർഗ്രൗണ്ട് കേബിളുകൾ വഴിയായിരിക്കും വിതരണം എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ദുരന്തബാധിതരുടെ സംഘടനകളും ദുരന്തബാധിതരും ഒക്കെ ഈ നിർമ്മാണത്തെ കാണുന്നത്. ഇപ്പോൾ വിചാരിച്ച ഒരു വേഗതയിൽ തന്നെയല്ലേ പോകുന്നത്? തീർച്ചയായും നേരത്തെ മഴ നമ്മളെ വല്ലാതെ സ്വീപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, പറഞ്ഞ സമയത്തൊക്കെ തരാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് ഓരോ ദിവസവും വരുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീടുകൾ, അനുബന്ധ സൗകര്യങ്ങളിലൊക്കെ ഒരുവിധം തൃപ്തിയാണോ എല്ലാവർക്കും? തീർച്ചയായിട്ടും വീടൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് 1000 സ്ക്വയർ ഫീറ്റ് ആണെന്നും 2 ബെഡ്റൂം ആണെന്നും മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ ധാരണയായതാണല്ലോ. അപ്പോൾ അതെല്ലാം ഇനിയൊരു ദുരന്തം നമ്മളെ കൊണ്ടുപോകില്ല എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ വന്നാൽ നമുക്ക് എന്തായാലും ഉണ്ട്. സന്തോഷം തന്നെയാണുള്ളത്. പല ജനറൽ ഹോസ്പിറ്റലും ഇങ്ങോട്ട് മാറുന്നുണ്ട്. ഇത്രയും അടുത്ത് അത്രയും വലിയൊരു ഹോസ്പിറ്റൽ സൗകര്യം, പിന്നെ ഇവിടെ സ്കൂള്, അംഗനവാടി, പിന്നെ ഈ എല്ലാ വീട്ടിലേക്കും റോഡാണ്. എല്ലാ വീട്ടിലേക്കും വണ്ടി പോകുന്ന റോഡാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യത എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് സർക്കാർ പോകുന്നത്. ഫൈനലൈസ് ചെയ്ത ലിസ്റ്റ് പ്രകാരം 303 വേണ്ടുള്ളൂ. പക്ഷേ അതിനുശേഷം 49 ആളെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഫൈനലൈസ് ചെയ്യാൻ ഈ 1-2 ആഴ്ചക്കുള്ളിൽ ഫൈനലൈസ് ചെയ്യും. വീടുകളുടെ നിർമ്മാണത്തിനൊപ്പം ടൗൺഷിപ്പിലെ അനുബന്ധ സൗകര്യങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 12 മീറ്റർ വീതിയുള്ള പ്രധാന റോഡ് ഉൾപ്പെടെ 10 കിലോമീറ്റർ റോഡാണ് ടൗൺഷിപ്പിലുണ്ടാവുക. മറ്റ് പൊതുസൗകര്യങ്ങൾ ഇതിനു പുറമെ. രാത്രിയും പകലുമായി 1000-ലധികം തൊഴിലാളികളാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആദ്യം പ്രഖ്യാപിച്ച ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തോടെയെങ്കിലും ടൗൺഷിപ്പ് താമസത്തിന് സജ്ജമാകുമെന്ന പ്രതീക്ഷയാണ് ദുരന്തബാധിതരും പങ്കുവെക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.